വ്ളോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മൾ വ്ളോഗോസ്കിയുമായിട്ട് വന്നിട്ടില്ലേ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ GVBCക്ക് ശേഷം ഒരൊറ്റ തവണ നമ്മൾ ആ നൈജാറിനെ കാണാൻ പോയത് മാത്രമായിരുന്നു എൻ്റെ അവസാനത്തെ വ്ളോഗോസ്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ബേഡിങ്ങിനല്ല ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ ഇടുന്നത് പോലെയുള്ള ഒരു ഡാർക്ക് കളർ ഡ്രസ്സ് ഇടാതെ അത്യാവശ്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇടാനാണ് ഇഷ്ടം. പക്ഷേ ബേഡിങ്ങിന് പോകുമ്പോൾ നമുക്ക് കുറച്ച് ക്യാമഫ്ലാഷ് ആവില്ലെങ്കിലും അവർക്ക് അത്രയും പേടി തോന്നാത്ത, പെട്ടെന്ന് കണ്ട പേടി തോന്നാത്ത തരത്തിലുള്ള ഒരു ബ്രൈറ്റ് കളർ ഡ്രസ്സുകൾ ഒഴിവാക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ കുറച്ച് തുമ്പികളെയോ ചിത്രശലഭങ്ങളെയോ എന്തെങ്കിലുമൊക്കെ പ്രാണികളെ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് തൊടുപുഴയ്ക്ക് അടുത്തുള്ള അരുവിക്കുത്ത് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്താണ്. ശരിക്കും തൊടുപുഴ ടൗണിൽ നിന്ന് അധികം ദൂരമൊന്നും അല്ലാതെയാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളതെങ്കിലും അത്ര ആക്സസിബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ തിരക്ക് കുറവുണ്ടാവുക. എന്നാലും നമ്മൾ ഇന്ന് ഇവിടെ എത്തിയേക്കാണ്. ഞാനൊരു 2 വർഷം മുമ്പൊക്കെ ഇവിടെ ബേഡിങ് ചെയ്ത് നിങ്ങളെ വീഡിയോ കാണിക്കണം എന്നൊക്കെ ഓർത്തതായിരുന്നു, പ്ലാൻ ചെയ്തായിരുന്നു, തുടങ്ങാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അതുമാത്രമല്ല GVBCയിൽ സ്ട്രെയിറ്റഡ് ഹെറോൺ, അതുപോലെ വഴികുലുക്കി, അതായത് ഗ്രേ വാക്ടേലിനെയൊക്കെ നമുക്ക് കിട്ടിയത് ഇവിടെ നിന്നായിരുന്നു. പക്ഷേ ഞാനത് വ്ളോഗ് ആക്കിയതുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് സമയം കിട്ടിയപ്പോൾ ഒരു ഉച്ച സമയമാണ്, ഇന്നിവിടെ വന്നേക്കാം. ബേഡിങ്ങൊന്നും നടക്കില്ല. അന്ന് നമ്മൾ GVBCക്ക് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വഴികുലുക്കിയുടെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വെള്ളം കുറവായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ വേനൽ മഴയുടെയൊക്കെ ഒരു കാലം ആയതുകൊണ്ട് വെള്ളം നല്ലപോലെ കൂടിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഡേഞ്ചറസ് വാട്ടർഫോൾ ടു. ഈ ഇടയ്ക്ക് തന്നെ 2 കുട്ടികളിവിടെ, വിദ്യാർത്ഥികളിവിടെ മരിക്കുകയുണ്ടായി. അതിനു മുമ്പും അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ പറയാം, നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. പക്ഷികളെ അധികം പ്രതീക്ഷിക്കരുത്, പക്ഷെ നമുക്ക് രസമുള്ള പല പല പ്രാണികളെയും മറ്റും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിലേ ഒന്ന് പയ്യെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഇറങ്ങി നോക്കാം. ഇവിടെ ഡേഞ്ചറാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളത്തിലൊന്നും ആരും അറിയാത്തവരൊന്നും വന്ന് ഇറങ്ങരുത്. അറിയാത്തവരെന്നല്ല, അറിയാവുന്നവരാണെങ്കിൽ കൂടി, നീന്തൽ അറിയാവുന്നവരാണെങ്കിൽ കൂടി വന്ന് ഇറങ്ങരുത്. കാരണം ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വന്ന് കുത്തി ചാടി ഇതിനുള്ളിലൊക്കെ ഭയങ്കര താഴ്ചയിലുള്ള ചെറിയ ചെറിയ കുഴികളുണ്ട്. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കയറി വരാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ സാധ്യത കുറവാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏത് വെള്ളച്ചാട്ടമാണെങ്കിലും എവിടെയാണെങ്കിലും കൂടെ ആരും ഇല്ലാതെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുന്നതും അതുപോലെ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതൊക്കെയാണ് നല്ലത്. നിങ്ങൾക്ക് ഭയങ്കര വലിയ നീന്തലൊക്കെ അറിയാമെങ്കിലും ചിലപ്പോൾ പെട്ടുപോകും. അപ്പോൾ നമുക്ക് വയ്യ ഇതിൽ ഇറങ്ങാം. ഇച്ചിരി ചെരുവുള്ള സ്ഥലം കേട്ടോ. എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മലയാളികളുടെ സ്വഭാവം അനുസരിച്ചത് എന്തൊരു വേസ്റ്റാണ് കിടക്കുന്നതെന്ന് നോക്കി. ഇവിടെ വന്ന് വേസ്റ്റ് ഇടുന്നവരുണ്ട്, ഇതിന് മേലേന്ന് ഒഴുകി വരുന്ന വേസ്റ്റും ഉണ്ട്. എന്തായാലും എല്ലാം ഇവിടെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും, നമുക്ക് ഇടാതിരിക്കാൻ പറ്റും. ചെറിയ ചെറിയ വേസ്റ്റൊക്കെ ആണെങ്കിൽ പറക്കി കളയാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും പറയണില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വലിയ ഗുണമൊന്നുമില്ല. ഞാൻ ഇതിൽ നടക്കുന്നില്ല. പിന്നെ മോൾ വശത്തേക്ക് പോവുകയാണ്. അവിടെ ആയിരിക്കും കുറച്ച് തുമ്പികളൊക്കെ ഉണ്ടാവുക. നമുക്ക് നോക്കാം. എന്തായാലും രസമില്ല, വെള്ളച്ചാട്ടം കാണാൻ രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വലിയ വലിയ കുഴികളുണ്ടെന്ന് ഓർക്കുക. ഇതിൻ്റെ മാത്രമല്ല, നമുക്ക് അറിയില്ലാത്ത പല വെള്ളച്ചാട്ടങ്ങളുടെയും താഴെ ഇതുപോലെയുള്ള വലിയ കുഴികളുണ്ടായിരിക്കും. ബി കെയർഫുൾ.
ഈ കാണുന്ന സ്ട്രീം ഗ്ലോറി എന്ന് പറയുന്ന ഒരു ഡാംസൽ ഫ്ലൈ ആണ്. തുമ്പി തന്നെയാണ്. മലയാളത്തിൽ ഡ്രാഗൺ ഫ്ലൈ, ഡാംസൽ ഫ്ലൈ എന്നൊക്കെ വ്യത്യാസം നമ്മൾ പറയാറില്ല. തുമ്പി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. ഇതിൻ്റെ ചിറക് ഇങ്ങനെ ഇരുന്നിട്ട് തുറന്നടയുമ്പോൾ ഉള്ള ഒരു മരതക നിറമുണ്ടല്ലോ, അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. വീഡിയോയിൽ എങ്ങനെ അത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല സുഖമാണ്. ഞാൻ GVBCയുടെ സമയത്ത് ഇതിലേക്ക് നടക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അന്നേരം ഞാനിവിടെ വന്നിട്ട് ഇതിലേക്ക് പയ്യെ നടന്ന് വലിയ വെള്ളമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ഒഴുകി പയ്യെ എന്താ പറയുക, അരുവി പോലെ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന്. അതുകൊണ്ട് നൈസായിട്ട് നടന്ന് അതേ അവിടം വരെ ചെന്നപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് സ്ട്രേറ്റഡ് ഹെറോണിനെ കിട്ടിയത്. സ്ട്രേറ്റഡ് ഹെറോൺ ചിന്നക്കൊക്ക് എന്നാണ് അതിൻ്റെ പേര് മലയാളത്തിൽ. വേറെ പേരുകളും കാണും. എന്തായാലും GVC വീഡിയോ കണ്ടു നോക്കുക. അത് ആ ഒരു ഭാഗത്തുനിന്ന്. ഞാൻ എന്തായാലും ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് ഒട്ടും റിസ്ക് എടുക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങ് പോകാൻ വേറെ വഴികളൊന്നും ഇല്ല. നമുക്ക് പയ്യെ മുകളിലേക്ക് പോകാം. അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൊരു ഭാഗത്ത് ചിലപ്പം ചെന്ന് നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഒരു സാധാരണ നീർക്കാക്ക, അതായത് ലിറ്റിൽ കോർമറാൻഡ് അവിടെ ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടിരുന്ന് തോർത്തുന്നുണ്ട്. തൊട്ടിപ്പുറത്തൊരു ഇന്ത്യൻ പോണ്ട് ഹെറോൺ, അതായത് കൊളക്കൊക്കെ, നമ്മുടെ സാധാരണ കൊളക്കൊക്കെ. പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയാവോ? ആ പാറയിൽ തുമ്പികൾ വന്നിരിക്കും. അപ്പോൾ ആ തുമ്പികളെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നു എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന്. പക്ഷേ പുള്ളിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. കിട്ടുമായിരിക്കും, പക്ഷെ നോക്കിയിരിക്കുന്നില്ല. നമുക്ക് പയ്യെ മൂവ് ചെയ്യാം. നമ്മൾ ആദ്യം കണ്ട ചിന്നമുണ്ടി നോക്കിക്ക്, അതിൻ്റെ വക്കത്ത് പോയി നിൽക്കുകയാണ്. ആർക്കെങ്കിലും അങ്ങനെയുള്ള ധൈര്യം ഉണ്ടാവുമോ? പുള്ളിക്കാരൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴുകി വരുമ്പോൾ, മീനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴുകി വരുമ്പോൾ ചാടി പിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയെന്നാണ് തോന്നുന്നത്. എന്നാലും വല്ലാത്തൊരു ധൈര്യം തന്നെയല്ലേ. ഇനി നമുക്ക് പയ്യെ അപ്പുറ സൈഡിലേക്ക് പോകാം. ഞാൻ ആദ്യം നോക്കിയപ്പോൾ അവിടെ 2 ചേട്ടന്മാർ കുളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇങ്ങോട്ട് തന്നെ വന്നത്. നമുക്ക് പോയി നോക്കാം. ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം.
ഞാൻ പറഞ്ഞ സ്ഥലത്തേക്കൊന്ന് ചെന്ന് നോക്കി, പക്ഷേ അവിടെ ഇപ്പോഴും കുറച്ച് ആളുകൾ കുളിക്കുന്നുണ്ട്. ഇപ്പോൾ പോകുമെന്ന് തോന്നുന്നില്ല. എന്നാലും അവിടെ അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. പരിപാടി നിർത്തുകയാണ്, വ്ളോഗ് നിർത്തുകയാണ്. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു, ഇറ്റ്സ് നോട്ട് എ ബെഡ വ്ളോഗ് എന്നറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോയതാണ്. ഇനിയും വരുമ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. നമ്മൾ വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ജീവികളും ഉൾപ്പെടുന്നൊരു സംഭവമാണല്ലോ. ബേഡ്സ് മാത്രമായിരിക്കണം എന്നില്ല എപ്പോഴും. അതുകൊണ്ട് എന്തായാലും നമുക്കിപ്പോൾ വീഡിയോ നിർത്തിയേക്കാം. അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്നും ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, നമുക്ക് പിന്നെ കാണാം. ബൈ.